ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്നുകൂടി പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് ദേവസ്യ 9ഉം 6ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഗ്രീഷ്മ. അപ്പോൾ ഗ്രീഷ്മയുടെ ജീവിതത്തെ ഈ വഴിയിലാക്കിയ ആ ബ്ലേഡ് കമ്പനിക്കാരൻ ആരാണ്? ഓപ്പറേഷൻ കുബേരയൊന്നും ഇപ്പോൾ ഇല്ലേ ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, 15,000 രൂപയ്ക്ക് ദിവസം 750 രൂപയാണ് ഈ പലിശക്കാരൻ പലിശയായി വാങ്ങിയത്. അത് 15,000 രൂപയ്ക്ക് 750 രൂപ. ഒരാൾ സാധാരണ കൂലിപ്പണി എടുക്കുകയാണെങ്കിൽ അയാൾക്ക് പിന്നീട് മിച്ചം വെക്കാൻ 1 രൂപ പോലുമില്ല. ഇത്തരത്തിൽ സ്വന്തം ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കടം വാങ്ങുന്നു, അങ്ങനെ പലിശ വർദ്ധിക്കുന്നു, അത് വീട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ആളുകളിൽ നിന്ന് പലിശയ്ക്ക് കടം വാങ്ങുന്നു, അങ്ങനെ പലിശയ്ക്ക് പണം വാങ്ങുന്നു. ഈ ഒരു ലോബി, അതായത് പുനലൂർ ശാസ്താംകോണം ഭാഗത്ത് ഇത്തരത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ച് വീട്ടിലേക്ക് പലിശയ്ക്കായി നൽകുന്ന നിരവധി പേരുണ്ടെന്നാണ് ഇപ്പോൾ ആ നാട്ടുകാരുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ. ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ എന്നോട് പലരും പറഞ്ഞത് ഇങ്ങനെ വീടുകളിൽ എത്തിച്ച് പണം കൊടുക്കുന്നവരുണ്ട്, ഈ പലിശ തെറ്റുകയാണെങ്കിൽ വീട്ടിലെത്തി ഇവർ ചീത്ത പറയുന്നു. ഈ സാധാരണക്കാർക്ക് ഒരുപക്ഷെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കടം വാങ്ങലുകളൊക്കെ ആവശ്യം. ഇത്തരം ഒരു അസുഖം, പെട്ടെന്നൊരു വീട്ടിലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അടക്കം വലിയ തോതിലുള്ള പണം കടം വാങ്ങേണ്ടി വരുന്നു. ഇത്തരത്തിൽ വലിയ തോതിലുള്ള കൊള്ളപ്പലിശയാണ് ഇവർ വാങ്ങിയത്. 15,000 രൂപയ്ക്ക് ദിവസം 750 രൂപ പലിശ വാങ്ങുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം എത്രത്തോളം. അത് വീട്ടുന്നതിന് 3 മാസം സമയമെടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ 3 മാസത്തേക്കുള്ള പലിശ, അത് വീട്ടുന്നതിന് മറ്റൊരു കടം വാങ്ങുന്നു. അങ്ങനെ നിരവധി പലിശ കുന്നുകൂടിയാണ് ഇവർ ആത്മഹത്യയിലേക്ക്. ഇവരൊരു BJPയുടെ പ്രാദേശിക നേതാവാണ്, നല്ല തൻ്റെ ഇടമുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ഇവർക്ക് പൊതുസ്ഥലത്ത് വെച്ച് ഏൽക്കേണ്ടി വന്ന അപമാനമാണ് ഇത്തരത്തിലുള്ള ഒരു മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സഹോദരനും മാതാവും പറയുന്നത്. തൻ്റെ ഭർത്താവിന് നേരത്തെ പറഞ്ഞതുപോലെ 9ഉം 6ഉം വയസ്സുള്ള 2 പെൺകുട്ടികളുള്ള വീട്ടിലുള്ള ഒരു അമ്മയാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്. ഭർത്താവിന് ആക്സിഡന്റ് പറ്റി കിടപ്പിലായിരുന്നു, അടുത്ത മാസം വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരം നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ കുബേരയൊന്നും ഈ സ്ഥലത്ത് നിലനിൽക്കുന്നില്ല എന്നുള്ളത്. സാധാരണക്കാരന് ഒരു പക്ഷേ കുബേര വരുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പലിശക്കാർ കുബേര വരാത്തത് കൊണ്ട് തഴച്ചു വളരുന്ന ഒരു സാഹചര്യമാണ് പുനലൂർ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നത്. അതിന് ഒരു ഇരയാണ് ഇപ്പോൾ മരിച്ച ഗ്രീഷ്മ. എന്തായാലും ഗ്രീഷ്മയുടെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അവരുടെ ഫോണുകൾ പരിശോധിക്കേണ്ടതുണ്ട്, അവരുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് പരിശോധിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹോദരൻ പുനലൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പലിശക്കാരുടെ ഭീഷണി കാരണമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ആത്മഹത്യാ കുറിപ്പിലും വ്യക്തമായി ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഗ്രീഷ്മയുടെ മരണം നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. പുനലൂരിലെ ശാസ്താംകോണത്താണ് സംഭവം. ഇവിടെ ഗ്രീഷ്മയെ പോലെ തന്നെ നിരവധി ആളുകൾ ഈ മൈക്രോ ഫിനാൻസുകാരുടെ ഈ പലിശക്കിണിയിൽ പെട്ടിട്ടുണ്ട് എന്നാണ് ദിലീപ് ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നത്.